എന്നാൽ വേലയില്ലാത്ത സ്ഥലങ്ങളിൽ പൗലോസ് കൊരിന്തിൽ ചെല്ലുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയും പൗലോസ് ചെല്ലുന്നതായ സമയത്ത് അത് സ്വന്തം കൈകൊണ്ട് കൂടാരപ്പണി ചെയ്തിട്ട് തനിക്ക് മാത്രമല്ല മറ്റ് തന്റെ കൂടെയുള്ളവരെയും താൻ സഹായിക്കുമായിരുന്നു. തന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ തനിക്ക് ആരെയും ഭാരപ്പെടുത്തുവാൻ തനിക്ക് ആഗ്രഹമില്ലായിരുന്നു. ആരെയും ഭാരപ്പെടുത്തിയിരുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ഭയം തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് വീണ്ടും കടന്നു വന്നാണ്. നെഹമ്യാവിന്റെ പുസ്തകം അതിന്റെ 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 5-ാം അധ്യായം 5-ാം അധ്യായം നിങ്ങൾ നോക്കിയാട്ട് ഞാനോ ദൈവഭയം ഹേതുവായി അങ്ങനെ ചെയ്തില്ല. ഞാന് ഈ മതിലിന്റെ വേലയിൽ തന്നെ ഉറ്റിരുന്നു. ഞാന് ഈ മതിലിന്റെ വേലയിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു? ഉറ്റിരുന്നു. അപ്പൊ മതിലിന്റെ വേല തനിക്ക് ഭൗതികം ഒരു വിഷയമല്ലായിരുന്നു. തനിക്ക് എന്തെങ്കിലും കിട്ടണമെന്നുള്ള ഒരു വിഷയം തനിക്കില്ലായിരുന്നു. തന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെങ്കിലും മതിലിന്റെ പണി അത് എത്രയും വേഗം തീർക്കണം. ആലയത്തിന്റെ പണി തീരണം. ഇടിഞ്ഞിടക്കുന്നതായ ആ മതിലിന്റെ പണികൾ അത് തീരണം എന്നുള്ള ഉദ്ദേശമായിരുന്നു. അതിന്റെ അർത്ഥം വായിക്കുമ്പോൾ ഞങ്ങൾ ഒരു നിലവും വിലയ്ക്ക് വാങ്ങിയില്ല. ആ സമയത്ത് ഈ മതിലിന്റെ പണി നടക്കുമ്പോൾ ഒരു നിലവും വിലയ്ക്ക് വാങ്ങിയില്ല. തന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെങ്കിലും ഇടിഞ്ഞു കിടന്ന മതിലുകൾ പണിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. തനിക്ക് തന്റെ ശരീരത്തിന്റെയോ അല്ലെങ്കിൽ തനിക്ക് സ്വന്തമായിട്ടോ ഏതെങ്കിലും ക്രമീകരണങ്ങൾ ചെയ്യണം എന്നുള്ള ചിന്ത തനിക്കില്ലായിരുന്നു. ഇതിൽ എന്താണ് ചോദിച്ചാൽ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഇടിഞ്ഞു കിടന്ന മതിലുകൾ പണിഞ്ഞെടുക്കണം. ദൈവവൈതല് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ എങ്കിലും എന്റെ പ്രാണനെ ഞാന് വിലയേറിയതായി എണ്ണുന്നില്ല. എങ്കിലും എനിക്ക് ഒറ്റ ഒരു കാര്യം മാത്രമേ ആഗ്രഹമുള്ളൂ. എന്താണ്? എന്റെ യേശു എനിക്ക് തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്നതായ ആരെങ്കിലും ചോദിക്കുകയാണ് എനിക്കെന്തോ ശുശ്രൂഷയുണ്ട്? നമുക്ക് എല്ലാവർക്കും ശുശ്രൂഷയുണ്ട്. ചിലർക്ക് ഓരോരോ ശുശ്രൂഷകൾ ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ആ ശുശ്രൂഷ എനിക്ക് തികയ്ക്കണമെന്നേ ഉള്ളൂ. ചിലർ പ്രസംഗിക്കാൻ കഴിയുന്നില്ല, ചിലർ പ്രാർത്ഥിക്കാൻ കഴിയുമല്ലോ, ചിലർ പാടാൻ കഴിയുമല്ലോ, അത് കണ്ണുനീരോടുകൂടെ കരയുവാൻ കഴിയുമല്ലോ. ഇതെല്ലാം തന്നെ ഓരോരോ ശുശ്രൂഷയാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു അത് എനിക്ക് തന്നതായ ആ ശുശ്രൂഷ അത് നിവർത്തിക്കണം. പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ പത്രോസ് 1 പത്രോസ് 5-ന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ 5-ാം അധ്യായത്താട്ട് 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്താട്ട് 5-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ: നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ സ്നേഹിച്ചുകൊള്ളുവീൻ. അത് നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാമെന്നും മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടതോടുമേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടില്ല. അപ്പോൾ ദൈവം അത് നിർബന്ധത്താൽ അത് ഉന്മേഷത്തോടുകൂടെ ചെയ്യേണ്ടതായ ഒരു വലിയ ഒരു പ്രവർത്തനമാണ് ഈ മതിൽ പണി എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇവിടെ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് അതിന്റെ 16-ാം വാക്യം: എന്റെ ഭൃത്യന്മാരൊക്കെയും ഈ വേലയിൽ ചേർന്ന് പ്രവർത്തിച്ചു പോകുന്നു.
ഈ ഭൃത്യന്മാര് കൂടെ നിന്നതായ ഭൃത്യന്മാരും നെഹമ്യാവിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഭൃത്യന്മാര് നെഹമ്യാവ് എന്ത് ചെയ്തോ അതുപോലെ തന്നെ ഭൃത്യന്മാരും ചെയ്തു. ഈ ശലോമോന്റെ അരമന ശേവാരാജ്ഞി കാണാൻ വന്നു. ശേവാരാജ്ഞി കാണാൻ വന്നപ്പോൾ ഭൃത്യന്മാരുടെ ഇരിപ്പ്, അവരുടെ ഉടുപ്പ്, അവരുടെ നില ഇതെല്ലാം കണ്ടിട്ട് എന്ത് ചെയ്തെന്നാ ശേവാരാജ്ഞി അമ്പരന്നോ എന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഭൃത്യന്മാര് അത് നെഹമ്യാവിന്റെ ഭൃത്യന്മാര് നെഹമ്യാവ് എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് ഭൃത്യന്മാരും ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ഓർക്കണം, ഈ കൊമ്പൻ പോകുന്നതാണ് മോഴയ്ക്ക് വഴി എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇപ്പം ഈ സഭയുടെ ചേഞ്ച്, ഒരു സഭയ്ക്ക് ഒരു ഏതെങ്കിലും ചേഞ്ച് വരുന്നത് ഒരു ലീഡർ ഒരു ചേഞ്ച് വരുത്തും. ആ ലീഡർ ചേഞ്ച് വരുത്തുന്നതാണ് മറ്റുള്ള ആളുകളും അനുകരിക്കുന്നത്. അതാത് കാലത്തെ ലീഡർമാരുണ്ട്. ഞാൻ ഇവിടുത്തെ ഫുൾപോസ്റ്റ് ചർച്ചിന്റെ കാര്യമല്ല, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കും. ഇവിടുത്തെ ചർച്ചിന്റെ കാര്യമല്ല, ഞാൻ ഇന്റർനാഷണൽ ആയിട്ടുള്ള ചർച്ചിന്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ YPCയുടെ ആണെന്ന് വിചാരിച്ചോ, കെ എബ്രഹാം വലിയ ലീഡറായിരുന്നു. അദ്ദേഹത്തിന്റെ നല്ല ആദർശമുള്ള കാലം പോയി, വേറെ ലീഡേഴ്സ് വന്നു. അപ്പൊ അവരുടെ ആദർശമാണ് ആരെ ചോദിക്കാൻ. അപ്പൊ ആ ലീഡേഴ്സ് ആയിരിക്കും അതേ കാര്യങ്ങൾ നടത്തുന്നത്. ആ ലീഡേഴ്സ് കാര്യങ്ങൾ നടത്തുമ്പോൾ അവരുടെ ഭൃത്യന്മാര് ചോട്ടാ മാസ്റ്റർമാരെന്ന് ചോദിച്ചാൽ ഇവര് പോകുന്നതിലായിരിക്കും പോകുന്നത്. ഏതാ ഈ നേതാക്കന്മാര് പോകുന്നത് പോലെ ആയിരിക്കും അവരും പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ നെഹമ്യാവ് എന്ത് പ്രവർത്തിച്ചോ അത് തന്നെ ഭൃത്യന്മാരൊക്കെയും ഈ വേലയിൽ അത് ചേർന്ന് പ്രവർത്തിച്ച് പോകുന്നുണ്ട്. ഈ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ട് മാത്രം പ്രവർത്തനം നടക്കില്ല. നെഹമ്യാവ് തനിച്ച് ഈ പ്രവർത്തനം ചെയ്യുവാൻ കഴിയില്ല. നെഹമ്യാവിനോട് ചേർന്ന് അവരുടെ വൃദ്ധന്മാരും കൂടെ ചേർന്ന് അത് പ്രവർത്തിച്ചു എന്നുള്ള കാര്യം നാം മറക്കരുത്. ഇതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക്, അതിന്റെ 13-ന്റെ 18-ന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെയും വേണ്ടിയിരുന്നിട്ടും ഈ ജനം പെടുന്ന പാട് കഠിനമായി തീർന്നതിനാൽ ദേശാധിപതിക്കുള്ള അഹോവൃത്തി ഞാൻ ആവശ്യപ്പെട്ടില്ല. എന്നിട്ട് അവസാനം നെഹമ്യാ പറയാണ്, എന്റെ ദൈവമേ ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്യുന്നതൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണം. മറ്റുള്ളവരാരും ഓർക്കുന്നില്ല. ഈ ജനത്തിനു വേണ്ടിയാണ് നെഹമ്യാവ് കരയുന്നത്, ഈ ജനത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇത് വേറെ ആർക്കും അറിഞ്ഞൂടായെങ്കിലും ദൈവത്തോട് പറയുകയാണ്, ദൈവമേ നീ ഈ ചെയ്യുന്നതൊക്കെയും, ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്യുന്നതൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. നെഹമ്യാവിന്റെ പുസ്തകം 13-ന്റെ 14-ഉം 31 വാക്യങ്ങളിലൊക്കെയും നമ്മൾ വായിക്കുമ്പോൾ അതെ ഈ ഭാഗങ്ങള് എന്റെ ദൈവമേ ഈ ജനത്തിനു വേണ്ടി ചെയ്തൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ എന്ന് അത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മള് ഈ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള ഒരു കാര്യം കൺക്ലൂഡ് ചെയ്ത്, ഏത് നന്മയായാലും തിന്മയായാലും ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള ഒരു കാര്യത്രേ ഉള്ളൂ, ദൈവമേ നന്മയ്ക്കായിട്ട് എന്നെ ഒന്ന് ഓർക്കണം. ഇതല്ലാതെ അത് തന്നെയാണ് യെശയ്യാവും, അത് യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 38-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഏകാഗ് അവന് ദൂതൻ ചെന്ന് പറഞ്ഞു, ഇനി 15 വർഷമേ ഉള്ളൂ നിന്റെ ജീവിതകാലം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അവൻ തിരിഞ്ഞു കിടന്ന് ഒന്ന് കരഞ്ഞിട്ട് അവന് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ ഏകാഗ്ര ഹൃദയത്തോടും 38-ന്റെ 3-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. യെശയ്യാ പ്രവചനം 38-ന്റെ 3-ാം വാക്യം